ഹലോ, ഇന്ന് ഞാൻ ക്രോഷ്യേൻ്റെ കുറച്ച് ബേസിക് സ്റ്റിച്ചസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രോഷ്യ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വന്നത് ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയ പണിയല്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. എല്ലാവർക്കും ക്രോഷ്യ ചെയ്യാം. ആദ്യം തന്നെ പോയിട്ട് വലിയ വലിയ സ്റ്റിച്ചസും വലിയ വലിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാതെ ആദ്യം നമ്മൾ ബേസിക് സ്റ്റിച്ചസ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് പിന്നെ വലുതിലോട്ട് എത്തണം. ഇന്നിപ്പോൾ ഞാൻ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 10 രൂപൻ്റെ ഹുക്കും അതുപോലെ തന്നെ 10 രൂപൻ്റെ യാണുമാണ്. നമ്മൾ ക്രോഷ്യേൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് സ്റ്റിച്ചസാണ് പഠിക്കാൻ പോണത്. ക്രോഷ്യേൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവമാണ് സ്ലിപ്പ് നോട്ട്, അഥവാ സാധാരണ ഭാഷയിൽ ഇതിനെ നമ്മൾ കെട്ടിടുക എന്നും പറയും. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യുക. പറയണകാട്ടിയും ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും കാണിക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ലൂപ്പിലൂടെയാണ് കേട്ടോ നമ്മൾ ക്രോഷ്യ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒന്നും കൂടി കാണിക്കാം, മനസ്സിലാകാത്തവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ക്രോഷ്യത്തിൽ നമ്മൾ ഒന്നും കൂടി എക്സ്പേർട്ട് ആയാലും നമുക്ക് ഇതൊക്കെ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. നമ്മുടെ ഹുക്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഹുക്കും യാണൊക്കെ ഒന്ന് പിടിക്കുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ മേളിൽ കൂടെ റൗണ്ട് ചെയ്ത് ആ ഹുക്ക് പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ ആ ഇതിൽ കുണുങ്ങും. അപ്പോൾ നമ്മൾ പിടിക്ക് വലിക്കും. അപ്പോൾ ആ ലൂപ്പിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, ഒരു ചെയിൻ സ്റ്റിച്ച് റെഡിയായി. പിന്നെ ക്രോഷ്യറ്റ് അറിയാത്ത നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളും കൂടെ ഇരുന്ന് ഇത് പഠിക്കുക. ഒരിക്കലും നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അടി കൂടി റൗണ്ട് ചെയ്യരുത്, മുകളിൽ കൂടെ മാത്രം നമ്മൾ എപ്പോഴും റൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ ഫസ്റ്റിലിട്ടതൊന്നും ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന്. എന്നാൽ ഞാൻ അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും ചെറിയ രീതിക്കൊക്കെ ഒരു ചെറിയ എക്സ്പേർട്ടൊക്കെ ആണ്. നമുക്കിനി എല്ലാ ബേസിക് സ്റ്റിച്ചും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോനെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സിനും ഓരോ പാർട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനോടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഞാൻ ഇത്രയും തോന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പലർക്കും ചിലപ്പോൾ ക്രോഷ്യയിൽ ചെയിൻ സ്റ്റിച്ചസൊക്കെ അറിയുണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കെട്ടാൻ അറിയണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഇതിൽ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക, എന്നിട്ട് ആ ലൂപ്പൊന്ന് വലിച്ചെടുത്തതിന് ശേഷം മുറുക്കി നിങ്ങൾ ടൈറ്റ് ഇങ്ങോട്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിപ്പോൾ സ്റ്റിച്ച് പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും തന്നെ ചെയ്തെടുത്തപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തേക്കാൻ പറ്റും. വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ആക്കി ഇതാക്കാം. അതുകൊണ്ട് തന്നെ ഞാനിതുകൊണ്ട് ഇപ്പോൾ ഒരു ബോ ഉണ്ടാക്കാനാണ് പോണത്. ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളും ബോ ഒക്കെ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ചും